CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി ഗഗാറിൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഗഗാറിൻ, ഇത്രയധികം വർഷമായി അവിടെ സംസാര വിഷയമായ കാര്യമാണ്. ഇപ്പോൾ പല രേഖകളും പുറത്തു വരികയാണ്. ഇത്തരത്തിൽ NM വിജയൻ പണം വാങ്ങിച്ചത് IC ബാലകൃഷ്ണന് വേണ്ടിയാണ്. അദ്ദേഹം KPCC പ്രസിഡന്റ് അയച്ച കത്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ തർക്കങ്ങളൊക്കെ നിലനിന്നിട്ടും ആ 2 ജീവനുകൾ നഷ്ടമായിട്ടും ഒരു നടപടിയിലേക്കും അന്വേഷണത്തിലേക്കും കാര്യങ്ങൾ പോയിട്ടില്ല എന്നതാണ്. ഹലോ, നേരത്തെ തന്നെ ഈ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നു. അന്ന് അവര് എല്ലാം കോൺഗ്രസ്സുകാർ, വാങ്ങിയവരും കൊടുത്തവരും ഒക്കെ കോൺഗ്രസ്സുകാരായതുകൊണ്ട് പരസ്പരം ഒത്തീർപ്പാക്കുന്ന രീതിയാണ് ഉണ്ടായത്. ഒരിക്കൽ PV ബാലചന്ദ്രൻ DCC പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ ചില അനുഭവങ്ങള് PV ബാലചന്ദ്രൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി ഞങ്ങളെ കൂടെ വന്നതിന് ശേഷം. അദ്ദേഹം പറഞ്ഞത്, ഒരിക്കൽ ഒരു മീറ്റിംഗ് വിളിച്ചു DCC. ആ മീറ്റിംഗ് എന്ന് പറയുന്നത് അർബൻ ബാങ്ക്, ബത്തേരി അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് നിയമനങ്ങൾക്ക് കാശ് വാങ്ങിയവരുടെ യോഗമായിരുന്നു. ആ യോഗത്തില് നിയമനം കിട്ടാത്ത ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ തർക്കങ്ങളുണ്ടായി. അന്ന് MLA IC ബാലകൃഷ്ണൻ യോഗത്തിന് ഇറങ്ങിപ്പോയി. ഞാൻ ആരോടും നേരിട്ട് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അന്ന് അവര് പറഞ്ഞത് മറ്റുള്ളവർ വാങ്ങി ഇവർക്കൊക്കെ കൊടുത്തതാണ് മറ്റുള്ളവർ പറഞ്ഞു. അതുകൊണ്ട് നേരിട്ട് വാങ്ങാത്തവർ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, വാങ്ങിയവർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് തർക്കിച്ച് ആ യോഗം പിരിച്ചുവിടുന്ന നിലയുണ്ടായെന്ന്. സ്വാഭാവികമായി പണം നൽകിയവർ NM വിജയനെ പോലുള്ള ആളുകളോടായിരിക്കുമല്ലോ ചോദിച്ചിട്ടുണ്ടാകും. അത് പക്ഷേ അദ്ദേഹത്തിന് ആ സമ്മർദ്ദം താങ്ങാൻ പറ്റിയിട്ടുണ്ടാകില്ല അല്ലേ? അതെ, എല്ലാവർക്കും വളരെ വ്യക്തതയുള്ളതാണ് അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതും. ഇപ്പോഴും അവിടെ ചില അന്വേഷണങ്ങൾ 65 എൻക്വയറിക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് അവിടെ വീണ്ടും കാര്യങ്ങൾ എത്തിയതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, KPCC പ്രസിഡന്റിന് അദ്ദേഹം അയച്ച കത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ കോൺഗ്രസുകാർക്കിടയിൽ പരസ്പരം പറയുന്ന അഭിപ്രായങ്ങളെ തന്നെ എടുത്തുകൊണ്ട് ഈ വിഷയം സമഗ്രമായ ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ കാര്യം. ഇത്രയധികം വർഷമായി ഇത്ര വലിയ ക്രമക്കേട് നടക്കുന്നു എന്ന ബോധ്യമുണ്ടായിട്ടും അതൊരു പോലീസ് അന്വേഷണത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. ചിലപ്പോൾ ഔദ്യോഗികമായ ഒരു പരാതി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലേ? അതിലെന്താന്ന് വെച്ചാൽ ഒരുപാട് ആളുകളെ കോൺഗ്രസുകാർ തന്നെ പലരെയും ബന്ധപ്പെട്ടിരുന്നതായിട്ടാണ് എനിക്കറിയുന്ന ഒരു കാര്യം. കോൺഗ്രസുകാർ തന്നെ പണം കൊടുത്തവരോട് ഇവരുടെ പരസ്പര വിരുദ്ധമായ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ പണം കൊടുത്തവ ആളുകളോട് പരാതി വാങ്ങാൻ ശ്രമിച്ചിട്ട് ഈ പാവപ്പെട്ട ആളുകളുടെ ധാരണ ഇനിയും ജോലി കിട്ടുന്നതാണ്. ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരാൾ പോലും പരാതി കൊടുക്കാൻ തയ്യാറാവാതെ നിൽക്കുന്ന അന്തരീക്ഷമാണ് അതിനുണ്ടായത് എന്നാണ് അന്ന് PV ബാലചന്ദ്രനിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആരും പരാതി കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പോലീസ് കേസിലേക്ക് കാര്യങ്ങൾ എത്താത്തത് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. വളരെയധികം നന്ദി. ശ്രീ P. ഗഗാറിൻ, CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറിയാണ് സംസാരിച്ചത്.